നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇനി 5 നാൾ അനന്തപുരിയിൽ കൌമാര കലാമാമാങ്കത്തിന് ഇന്ന് കൊടിയേറ്റം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുക. 24 വേദികളിലായി 12,000-ലധികം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക. നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് 5 ലക്ഷം. സംഘാടകരുടെ അക്കൌണ്ട് പരിശോധിച്ച് പോലീസ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് 5 ലക്ഷം രൂപ. സംഘാടകരുടെ അക്കൌണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. കൂടുതൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. വർഗീയ ശക്തികളോട് ലീഗ് കീഴ്പ്പെട്ടിരിക്കുന്നു. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുവാൻ CPM ഇല്ല. മുഖ്യമന്ത്രി. വർഗീയ ശക്തികളോട് മുസ്ലിം ലീഗ് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. കോൺഗ്രസ് വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടി തകർന്നുവെന്നും 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുവാൻ CPM തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം CPIM സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോൺഗ്രസിനുള്ളിൽ കരുത്താർജിച്ച് ചെന്നിത്തല ഇന്ന് സമസ്തയുടെ വേദിയിൽ ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. NSS SNDP പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിനെത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ സ്ഥാപനമാണ് ജാമിയ നൂരിയ. MK മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെഷനിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുക. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷകഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. അമ്മയുടെ കുടുംബസംഗമം ഇന്ന്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ നേതൃത്വം നൽകും. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ കുടുംബസംഗമം ഇന്ന് കൊച്ചിയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉടലെടുത്ത വിവാദങ്ങളിൽ പിളർപ്പിലേക്കടക്കം നീങ്ങിയ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന കുടുംബസംഗമം. മുതിർന്ന അംഗങ്ങളായ സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം.
8,400 കോടിയുടെ വിമാനത്തിൽ പറക്കുന്ന 10 ലക്ഷം രൂപയുടെ സ്യൂട്ട് ധരിക്കുന്നയാളിൽ നിന്നുള്ള പരാമർശം അനുചിതം. മോദിക്ക് മറുപടിയുമായി കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയെ ദുരന്തമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ. ദുരന്തം ഡൽഹിയിലല്ല, അത് BJPക്കകത്താണ്, കെജ്രിവാൾ പറഞ്ഞു. ഒന്നാമത്തെ ദുരന്തം BJPക്ക് മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുവാൻ ഒരു മുഖമില്ലെന്നാണ്. രണ്ടാമത്തേത് ആഖ്യാനമില്ലെന്നതാണ്. മൂന്നാമത്തേത് ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPക്ക് ഒരു അജണ്ടയും ഇല്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കി. KK ശൈലജ ടീച്ചർക്കെതിരെ അപകീർത്തികരമായ ചിത്രമടക്കം കുറിപ്പ്. തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം ഉച്ചക്കട വീരാളി വില്ലയിൽ N വിനിൽകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാണ് പരാതി. വിലപ്പെട്ട സമയം ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുത്താനാവില്ല. കലോത്സവ അപ്പീലുകളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാന കലോത്സവ അപ്പീലുകളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കലോത്സവ പരാതികൾ പരിഹരിക്കുവാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് സർക്കാരിന് ആലോചിക്കാമെന്ന് കോടതി പറഞ്ഞു. സ്കൂൾ കലോത്സവം തുടങ്ങാനിരിക്കെയാണ് നിരവധി ഹർജികൾ ഇന്ന് അവധിക്കാല ബെഞ്ചിൽ എത്തിയത്. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.